പ്രിയ കലാസ്നേഹികളെ, ഒരു പ്രസംഗത്തിനൊന്നുള്ള സമയമല്ലാന്ന് പറയാം. രണ്ടു പേർക്ക് പറഞ്ഞ് ഞാൻ വിട്ടുകൂടാം. എൻ്റെ 13ാമത്തെ വയസ്സിലാണ് ഞാൻ കലാഭവൻ്റെ ജൂനിയർ ഗ്രൂപ്പിൽ തബലിസ്റ്റായിട്ട് ജോയിൻ ചെയ്തത്. ഇപ്പം 45 വർഷമായി കലാഭവനോടൊപ്പം യാത്ര ചെയ്യുന്നു. സംഗീതം പഠിക്കുമെന്ന മോഹമായിട്ട് സിംഗത്തിൻ്റെ മടയിൽ ചെന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചെന്നത് ദൈവത്തിൻ്റെ മടയിലായിരുന്നു. അതാണ് പ്രിയപ്പെട്ട ആബേലച്ചൻ. അങ്ങനെ ആബേലച്ചൻ്റെ വളർത്തുപുത്രൻ എന്ന ബാനറിൽ എനിക്ക് കലാരംഗത്ത് സജീവമാവാനായിട്ട് പറ്റി. 28 വർഷത്തോളം അച്ഛനുമായി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോയി. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ എന്നെ ഏൽപ്പിച്ച ഈ പ്രസ്ഥാനം ഞാൻ വലിയ കുഴപ്പമില്ലാതെ അച്ഛൻ്റെ പേര് നിലനിർത്തി തന്നെയാണ് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഈ വികാരിയച്ഛനെ കുറിച്ചൊരു വാക്കുണ്ട് ഞാൻ പറയാം. ഇതിനാ എവിടെ പരിപാടി ബുക്ക് ചെയ്താലും ഞാൻ പോയി സ്റ്റേജ് കാണാം, എവിടെയാണ്. അപ്പം അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ റോബി ചേട്ടൻ എന്നും വിളിക്കും, എപ്പോഴും വന്നെ ചോദിച്ചാൽ പ്രോഗ്രാമിൻ്റെ തിരക്കുകളും മറ്റ് ചില കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരാഴ്ച മുമ്പാണ് ഇവിടെ വരാൻ പറ്റിയത്. ഈ വികാരിയച്ഛന്മാരെ കാണാൻ പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ എങ്ങനെയായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഒരു പേടിയുണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ കമ്മിറ്റിക്കാരെല്ലാവരും വന്നത് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ വെക്കുന്ന തന്നെ പള്ളിമേടയിൽ ഇറങ്ങി വന്നു. വളരെ സന്തോഷമായിരുന്നു. അച്ഛന് യുവജനങ്ങളുമായിട്ട് വളരെ അടുപ്പമാണെന്ന് എനിക്ക് മനസ്സിലായ എങ്ങനെയാണ്. ആ സമയത്ത് ഇവിടെ കുറച്ച് പിള്ളേർ മറ്റേ ടെലിഗ്രാം വെച്ച് എന്തോ തൂക്കിയാണ് അച്ഛൻ്റെ അടുത്തേക്ക് ഒരു ബോഡിയിൽ നിന്ന് തമാറ്റി ഇറക്കി. അപ്പോഴും അച്ഛൻ കൈ വീശി അവരെ സംബോധന ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഒരു ജനകീയനായ വികാരിയച്ഛൻ തന്നെയാണ് ഇതെന്ന് എനിക്ക് അന്ന് മനസ്സിലായത്. ഞങ്ങളെയും കൂടി ക്ഷണിച്ച അദ്ദേഹത്തിനും ഈ ഇതിൻ്റെ സംഘാടക സമിതിയിലെ എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ബാലഭാസ്കറിൻ്റെ കേസ് പിന്നെ ഞാൻ പുറകെ നിൽക്കാൻ നോക്കിയിട്ട് 6 വർഷവും 4 മാസവും കഴിഞ്ഞു. ഒരു 5-8 ദിവസം കൊണ്ട് അത് പരിസമാപ്തിയിലേക്ക് എത്തും. നല്ലൊരു റിസൾട്ട് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതിനെ കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത ഗാനം ആരംഭിക്കുന്നത് നമ്മുടെ മാത്യു നമ്മുടെ എറവാദോ പ്രോഗ്രാമിൻ്റെ കൺവീനറായ മാത്യു ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.